സുഹൃത്തുക്കളെ, ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ചെറിയൊരു കിളിക്കൂടിനെ പറ്റിയാണ്. ഇത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഇതേ കിളി വന്ന് കൂടുണ്ടാക്കുകയും അന്നൊരു 3 മുട്ടകളിടുകയും അത് വിരിഞ്ഞ് കുട്ടികളായിട്ട് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൂട് എടുത്ത് കളഞ്ഞു. അപ്പോൾ ചെറിയൊരു ചെത്തി, വെറൈറ്റി ചെത്തിയാണ്. ചെത്തിയുടെ 2 ഇലകൾ കൂട്ടിയാണ് ഈ കിളി ഈ കൂടുണ്ടാക്കിയാണ്. 2 ഇല അത് അടുപ്പിച്ച് വെച്ചിട്ട് തുന്നി പിടിപ്പിച്ചേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഇത് കണ്ടുപിടിച്ചു എന്ന് നമുക്കറിയില്ല. നമ്മൾ തന്നെ ഈ വെള്ള കളർ കണ്ടപ്പോഴാണ് ശ്രദ്ധിക്കണത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഇതേപോലത്തെ വെള്ള കളറായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഇലകൾ ശ്രദ്ധിച്ചത്. നമ്മൾ ഈ പൂപ്പലൊക്കെ വരുമല്ലോ, അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ചകിരിയുടെ നൂലും ചെറിയ ഇലകളും വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ 3 മുട്ടയും കൂടി അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാച്ച് ചെയ്യണമെങ്കിൽ തൊട്ടടുത്തൊരു ബദാമിൻ്റെ ഈ കല്ലിത്തേങ്ങ എന്ന് പറയില്ലേ, അതിലിരുന്ന് ആശാൻ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രി മുഴുവൻ ഇവിടെ വന്നിട്ട് ഈ കൂട്ടിൽ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ആളുടെ പരിപാടി. അപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് പാമ്പുകളുടെ ശല്യമുണ്ട്, പ്രത്യേകിച്ച് രാത്രിയിൽ. അപ്പോൾ ഞാനെന്തൊരു പാമ്പിനെ പോലെ എന്തോ കണ്ടുകൊണ്ട് രാത്രി ഒന്ന് ടോർച്ചടിച്ച് നോക്കി ഇനി ഇത് മുട്ടകൾ സേഫാണോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ നോക്കിയപ്പോൾ ഈ കിളി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിതിനെ അധികം ശല്യപ്പെടുത്താണ്ട് അവിടെ നിന്ന് പോന്നു. രാവിലെ നോക്കിയപ്പോഴും മുട്ടയ്ക്ക് കുഴപ്പമില്ല, 3 മുട്ടയും അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ നോക്കുമായിരുന്നു, ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി. കാരണം ഒരു ജീവൻ്റെ തുടിപ്പാണല്ലോ. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ കിളിക്കൂടെ വീടുകളിൽ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കുറവാണല്ലോ. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കിളി ഉണ്ടാവും, നമ്മൾ കാണുമ്പോൾ അത് പറന്നു പോകും. അതേ പിന്നെ എപ്പോഴും തിരിച്ച് വരുന്നുണ്ടാവും. അങ്ങനെ ഏകദേശം ഒരു ഇപ്പോൾ പറന്നു പോയാണ്ടോ ഒരു 2-2.5 ആഴ്ച, ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ മുട്ട അത് തന്നെ. പിന്നെ ഒരു 2 ദിവസം നോക്കിയപ്പോൾ കുട്ടികൾ വിരിഞ്ഞു. 2 വിരിഞ്ഞു, 1 വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും ചെറിയ ജീവിത സ്പന്ദനങ്ങൾ ഇവിടെ നിന്ന് കാണാൻ തോന്നി. ഇടയ്ക്ക് തലപൊക്കി നോക്കുന്നുണ്ട്. ചെറിയ ചെറിയ ശബ്ദങ്ങളും അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണവും ഈ പറഞ്ഞ കിളി തന്നെ കൊണ്ടുവരുന്നുണ്ട്. മഴയും ഒന്നും കൊള്ളാത്ത സ്ഥലത്തായതുകൊണ്ട് അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും രാവിലെ നമ്മളൊന്ന് നോക്കും. അങ്ങനെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പതിയെ അതിന് ചെറിയ ചെറിയ ചേറുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇത് ചുണ്ടുകളൊക്കെ വന്നു തുടങ്ങി. അതിന് ശേഷം പിന്നെ തള്ള അവിടെ ഇരുന്ന് കണ്ടിട്ടില്ല. കാരണം അത്രയും 3 പേരെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിന് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവർ പറന്നുപോയി. വീണ്ടും കൂടുതൽ വരുമായിരിക്കും.